നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ രചനകളും അവയുടെ രചയിതാക്കന്മാരും പിന്നെ അതിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരുകളും എത്ര അധ്യായങ്ങളുണ്ട് എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അത് മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു രചന തന്നിട്ട് അതിലെത്ര സർഗങ്ങളുണ്ട്, സമയങ്ങളുണ്ട് എന്നൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ ഓരോ രചനയ്ക്കും അധ്യായങ്ങളെ സർഗം എന്ന പേരിലും സമയം എന്ന പേരിലും കാണ്ഡം എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ രചന പ്രിയപ്രവാസ് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗത്തിൻ്റെ രചനയാണ്. ഖടി ബോലി കാ പ്രഥം മഹാകാവ്യ ഹെ പ്രിയപ്രവാസ്. 17 സർഗങ്ങളാണ് പ്രിയപ്രവാസിൽ വരുന്നത്. രണ്ടാമത്തേത് സാകേത് മൈഥിലി ശരൺ ഗുപ്തൻ്റെ രചനയാണ്. രാഷ്ട്രകവിയാണ് അദ്ദേഹം. 12 സർഗങ്ങളാണ് സാകേതിൽ വരുന്നത്. മൂന്നാമത്തേത് പത്മാവത് മലിക് മുഹമ്മദ് ജാസി കി രചന ഹെ. 57 ഖണ്ഡങ്ങളാണ് വരുന്നത്. കണ്ടോ, ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചത്. അടുത്തത് പൃഥ്വിരാജ് രാസോ ചന്ദബർദായിയാണ് എഴുതിയത് അല്ലേ. 69 സമയങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഹിന്ദി സാഹിത്യക പ്രഥം മഹാകാവ്യ भी है പൃഥ്വിരാജ് രാസോ. കൈമാസവധം പത്മാവതി സമയമൊക്കെ പൃഥ്വിരാജ് രാസോയിൽ വരുന്ന സമയങ്ങളാണ്. സൂർസാഗർ സൂർദാസിൻ്റെ രചനയാണ്. 12 സ്കന്ധങ്ങളാണ് സൂർസാഗറിൽ വരുന്നത്. രാമചന്ദ്രിക കേശവദാസിൻ്റെ രചനയാണ്. 39 പ്രകാശം ആയിട്ടാണ് രാമചന്ദ്രികയെ തിരിച്ചത്. അപ്പോൾ രാമചന്ദ്രികയെ ഛന്ദോം കാ അജായബ് ഘർ എന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ പറഞ്ഞത് രാംസ്വരൂപ് ചതുർവേദിയാണ്. രാമചന്ദ്രികയെ ഛന്ദോം കാ അജായബ് ഘർ എന്ന് പറഞ്ഞിട്ടുള്ളത്. രാമചരിതമാനസ് ആരുടെ രചനയാണ്? തുളസിദാസിൻ്റെതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫേമസ് രചനയാണ്. അവധി ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്. 7 കാണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണ് കാണ്ഡങ്ങൾ? ബാൽകാണ്ഡ്, അയോധ്യകാണ്ഡ്, അരണ്യകാണ്ഡ്, കിഷ്കിന്ധാകാണ്ഡ്, സുന്ദർകാണ്ഡ്, ലങ്കാകാണ്ഡ്, ഉത്തർകാണ്ഡ്. ഇവയാണ് രാമചരിതമാനസത്തിലെ 7 കാണ്ഡങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 7 കാണ്ഡങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. രാമചരിതമാനസത്തിൻ്റെ ഫസ്റ്റ് കാണ്ഡം ഏതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവസാനത്തെ കാണ്ഡം ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ രാമചരിതമാനസ 7 കാണ്ഡങ്ങളും ബൈഹാർട്ടായി പഠിച്ചു വെക്കുക. വൈദേഹി വനവാസ് ആരുടെയാണ്? അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗത്തിൻ്റെ രചനയാണ്. 18 സർഗമാണ് ഇതിൽ വരുന്നത്. കാമായിനിയും രാമചരിതമാനസ് പോലെ ഫേമസ് രചനയാണ് അല്ലേ. കാമായിനി ജയശങ്കർ പ്രസാദിൻ്റെ രചനയാണ്. ഛായാവാദി കാവ്യമാണല്ലേ, മഹാകാവ്യമാണ് കാമായിനി. ഛായാവാദി രചനയാണ്. ഛായാവാദ് കെ 4 സ്തംഭോ മേ ഏക് ഹെ ജയശങ്കർ പ്രസാദ് ജി. പിന്നെ എന്താണ്? ഛായാവാദ് കാ ജനക് ഭി ഹെ അല്ലേ, ജനകും കൂടിയാണ് പ്രസാദ് ജി. അതിൽ വരുന്നത് 15 സർഗമാണ് കാമായിനിയിൽ വരുന്നത്. അതും നമ്മൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ആ 15 സർഗം? ചിന്ത, ആശ, ശ്രദ്ധ, കാം, വാസന, ലജ്ജ, കർമ്മ, ഈർഷ്യ, ഇട, സ്വപ്ന, സംഘർഷ്, നിർവേദ്, ദർശൻ, രഹസ്യ, ആനന്ദ്. ഇതേ ഓർഡറിലും നിങ്ങളും പഠിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാമായിനിയിലെ 15 സർഗവും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചേക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് നിങ്ങളും അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. കാമായിനിയും രാമചരിതമാനസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണ്ഡങ്ങളും സർഗങ്ങളും പഠിച്ചു വെക്കുക. അന്ധേരേമേ ആരുടെ രചനയാണ്? അന്ധേരേമേ ഗജാനൻ മാധവ് മുക്തിബോധിൻ്റെ ഒരു രചനയാണ്. അതിൽ വരുന്നത് 8 ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ 10 രചനകളും അതാരുടേതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സർഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 2 നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായി പറഞ്ഞിട്ടുണ്ട്. രാമചരിതമാനസും കാമായിനിയുമാണ്. അതിലെ 7 കാണ്ഡങ്ങളും 15 സർഗങ്ങളും നമ്മൾ പഠിച്ചു വച്ചേ തീരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ
എല്ലാവർക്കും ധന്യവാദ്.